രഞ്ജി ട്രോഫി ക്രിക്കറ്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. മുഹമ്മദ് അസ്റുദ്ദീൻ ടീമിനെ നയിക്കും. സച്ചിൻ ബേബിയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റി സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടി. ബേസിൽ തമ്പി ടീമിൽ നിന്ന് പുറത്തായി. മഹേഷ് പോലൂർ ചേരുന്നു. മഹേഷ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ടീമിൽ? ധന്യ, സുപ്രധാനമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സച്ചിൻ ബേബിയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി മുഹമ്മദ് അസ്റുദ്ദീൻ കേരളത്തിന്റെ രഞ്ജി ട്രോഫിയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരികയാണ്. ഈ കഴിഞ്ഞ ദുലീപ് ട്രോഫിയിൽ ദക്ഷിണ മേഖലയെ നയിച്ചത് മുഹമ്മദ് അസ്റുദ്ദീൻ ആയിരുന്നു. അസ്റുദ്ദീൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തുകയാണ്. ഉപനായക സ്ഥാനത്തേക്ക് ബാബ അപരാജിത്ത്, തമിഴ്നാട്ടിലെ താരമാണ്. അദ്ദേഹം അതിഥി താരമായി കേരളത്തിന് കഴിഞ്ഞ സീസൺ കളിച്ച താരമാണ്. ബാബ അപരാജിത്ത് എത്തുകയാണ്. സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി കേരളത്തിന് വേണ്ടി ഇറങ്ങും. രഞ്ജി ട്രോഫിയിൽ ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ആദ്യ മത്സരം മഹാരാഷ്ട്രക്കെതിരെയാണ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. ആ മത്സരത്തിൽ സഞ്ജു സാംസൺ കളിക്കും. ആദ്യ മത്സരത്തിൽ സഞ്ജു ഉണ്ടാകും. പിന്നീട് സഞ്ജുവും ഓസ്ട്രേലിയൻ പര്യടനത്തിനായി പോകും. രോഹൻ കുന്നുമലുണ്ട്, കഴിഞ്ഞ തവണത്തെ ഓപ്പണർ. രോഹൻ കുന്നുമൽ ഇത്തവണയും എത്തുന്നു. വത്സൽ ഗോവിന്ദ് കഴിഞ്ഞ സീസണിൽ ആദ്യ 3 മത്സരങ്ങൾ കളിച്ച താരമാണ് വത്സൽ ഗോവിന്ദ്. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള വത്സൽ ഗോവിന്ദ് എത്തുന്നു. അക്ഷയ് ചന്ദ്രൻ ഓപ്പണറുടെ റോളിലേക്ക് രോഹനൊപ്പം എത്തും. സച്ചിൻ ബേബി സ്വാഭാവികമായി അദ്ദേഹം ടീമിലുണ്ട്. ക്യാപ്റ്റൻ സ്ഥാനത്തല്ലെങ്കിലും സച്ചിൻ ബേബി ടീമിനൊപ്പം ഉണ്ട്. സൽമാൻ നിസാർ ടീമിലുണ്ട്. അങ്കിത് ശർമ്മയാണ് മറ്റൊരു അതിഥി താരം. മധ്യപ്രദേശിൽ നിന്നുള്ള ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബോളറാണ് അദ്ദേഹം. അതുപോലെ പേസ് ബോളിംഗ് നിരയെ നയിക്കുന്നത് MD നിതീഷ് തന്നെയാണ്. ബേസിൽ NP ഉണ്ട്. ഏതൻ ആപ്പിൾ ടോം ഉണ്ട്. അഹമ്മദ് ഇമ്രാൻ ഉണ്ട്. ഷോൺ റോജർ, അഭിഷേക് P നായർ. അഭിഷേക് ആണ് ഇത്തവണ പുതുമുഖം എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ രഞ്ജി ട്രോഫിയിൽ ഡെബ്യൂ ചെയ്യാൻ പോകുന്ന താരം. ആദ്യമായി ടീമിലെത്തിയ താരം എന്ന് പറയുന്നത് അഭിഷേക് P നായർ മാത്രമാണ്. ബാക്കി എല്ലാ താരങ്ങളും കഴിഞ്ഞ തവണ കേരളത്തിന് വേണ്ടി കളിച്ചതാണ്. അതിൽ അങ്കിത് ശർമ്മ മാത്രമാണ് കഴിഞ്ഞ തവണ കേരളത്തിനൊപ്പം ഇല്ലാതിരുന്നത്. അതിഥി താരമായി അതായത് ജലജ് സക്സേനയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും 15-ാം തീയതിയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. മഹാരാഷ്ട്രക്കെതിരെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം. വളരെ സെറ്റായിട്ടുള്ള ഒരു ടീം തന്നെയായി നമുക്കിതിനെ നിരീക്ഷിക്കേണ്ടി വരും. കാരണം വളരെ പരിചയസമ്പന്നനായ മുഹമ്മദ് അസ്റുദ്ദീൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരികയാണ്. ഒപ്പം സച്ചിൻ ബേബിയും സൽമാൻ നിസാറും രോഹൻ കുന്നുമലും വത്സൽ ഗോവിന്ദും അടക്കുന്ന ഒരു ബാറ്റിംഗ് നിര, വളരെ ശക്തമായ ഒരു ബാറ്റിംഗ് നിരയുണ്ട്. അതോടൊപ്പം തന്നെയാണ് സഞ്ജു സാംസൺ വീണ്ടും കേരളത്തിന്റെ കുപ്പായത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണ്. എന്തായാലും മഹാരാഷ്ട്രയുമായാണ് കളി ആദ്യ മത്സരം മഹാരാഷ്ട്രയുമായി 15-ന് നടക്കും തന്നെയാണ്. ശരി മഹേഷ്.